ഹായ് ഫ്രണ്ട്സ്, കേരള ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഇൻ കേരളയാണ്. കേരളത്തിൽ 18ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മളത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് റീജിയൻ വൈസ് ആയിട്ടാണ്. ട്രാവൻകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള മൂവ്മെൻറ്റ്സ്, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ആദ്യമായി ട്രാവൻകൂറാണ്. ട്രാവൻകൂറിനെ പറ്റി നമുക്കറിയാം. നേരത്തെ തന്നെ അത് ഒരു നാട്ടുരാജ്യമായിരുന്നു. പിന്നീട് അവിടെ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ദെൻ അവിടെ ഒരുപാട് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് എഡ്യൂക്കേഷണലായിട്ടും അതുപോലെ തന്നെ പീപ്പിൾസ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ട്രാവൻകൂറിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ട്രാവൻകൂറിൽ നടക്കുന്ന ആദ്യത്തെ പൊളിറ്റിക്കൽ അജിറ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് റിവോൾട്ടാണ്. അഞ്ചുതെങ്ങ് റിവോൾട്ട് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം വെസ്റ്റ് കോസ്റ്റ്, ഇന്ത്യയുടെ തന്നെ വെസ്റ്റ് കോസ്റ്റ് സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫോർട്ടുകൾ ഉണ്ടായിരുന്നത് ഒന്ന് ബോംബെയിലാണെങ്കിൽ അടുത്തത് അഞ്ചുതെങ്ങിലായിരുന്നു. 17ാം നൂറ്റാണ്ടിൽ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ ഫോർട്ട് ഉണ്ടായിരുന്നു. അപ്പം 1684 ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ ഫാക്ടറിയിലേക്ക് അവർ സ്പൈസസ് കളക്ട് ചെയ്യുന്നു, അവിടുന്ന് ട്രേഡ് ചെയ്യുന്നു, കപ്പൽ വഴി യൂറോപ്പിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ട്രേഡ് മൂവ്മെന്റ് നടക്കുന്നു. 1695 അവിടെ അഞ്ചുതെങ്ങിൽ അവരൊരു കോട്ട നിർമ്മിക്കുന്നുണ്ട്. അവിടുത്തെ റാണിയിൽ നിന്നും അനുവാദം വാങ്ങിക്കൊണ്ട് അഞ്ചുതെങ്ങിലൊരു കോട്ട നിർമ്മിക്കുന്നുണ്ട്. അത് പിന്നീട് ഒരു മെയിൻ മിലിറ്ററി സെന്റർ ആയിട്ട് മാറുകയും പിന്നീട് ഇവിടുത്തെ ഈ ഒരു ട്രേഡ് മോണോപോളി, പ്രധാനമായിട്ട് പെപ്പറിൻ്റെയൊക്കെ പേരിലുള്ള ഈ ട്രേഡ് മോണോപോളി കാരണം അവിടെ ലോക്കൽ അൺട്രസ്റ്റുകൾ ഉണ്ടാവുന്നതാണ് അഞ്ചുതെങ്ങ് റിവോൾട്ട് എന്ന് അറിയപ്പെടുന്നത്. 1697 തന്നെ ഇവിടെ ലോക്കൽ അൺട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അത് ഒരു ഡെക്കേഡോളം നീണ്ടു നിൽക്കുന്നു ആയിട്ടുള്ള ഒരു ലോക്കൽ അൺട്രസ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. അതാണ് അഞ്ചുതെങ്ങ് കലാപം എന്നുള്ള രീതിയിൽ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. പിന്നീട് നടക്കുന്നതാണ് ആറ്റിങ്ങൽ റിവോൾട്ട്. 1721 ആറ്റിങ്ങൽ റിവോൾട്ട് നടക്കുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതായത് കേരളത്തിൽ നടക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപം, അതാണ് ആറ്റിങ്ങൽ റിവോൾട്ടിനെ നമ്മൾ നിർവചിക്കുന്നത്. ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് ഇൻ കേരള അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇനി അതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ തന്നെ പറഞ്ഞു, ഇവിടെ അഞ്ചുതെങ്ങിൽ ഫോർട്ട് ഉണ്ടാക്കിയിരുന്നു, അതിൽ ട്രേഡ് മോണോപ്പൊളിസി ചെയ്തിരുന്നു. അവിടുത്തെ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും ധാരാളം കച്ചവടത്തിലുള്ള ഇളവുകൾ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേടുന്നുണ്ട്. അതിന് തിരിച്ച് പാരിതോഷികമായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡ് മോണോപ്പൊളിസി ചെയ്യുകയും അതിൻ്റെ ഒഫീഷ്യൽസ് അതിനുള്ളിൽ ലാർജ് സ്കെയിൽ കറപ്ഷൻ നടത്തുകയും ചെയ്യുന്നു. ഇതിന്റെ എല്ലാ പേരിൽ അവിടുത്തെ കഷ്ടത അനുഭവിക്കുന്നത്തെ സാധാരണക്കാരാണ്. കാരണം അവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിശ്ചയിക്കുന്ന വിലയിൽ അത് എത്ര കുറവാണെങ്കിലും ആ വിലയിൽ തന്നെ സ്പൈസ് അവർക്ക് വിൽക്കാൻ അവിടുത്തെ നാട്ടുകാർ നിർബന്ധിതരാണ്. കാരണം വേറെ ഒരു കമ്പനിക്കും അതിലുള്ള കോമ്പറ്റീഷന് വേറെ ഒരു കമ്പനിയും ഇല്ല. അപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ. ഇവർ മോണോപ്പൊളൈസ് ചെയ്ത് ഇവരെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് അവിടെ ലോക്കൽ അൺട്രസ്റ്റ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ക്യൂൻ ഓഫ് ആറ്റിങ്ങൽ റാണിക്ക് നിരന്തരം പാരിതോഷികങ്ങൾ ഇവർ കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നു. അപ്പം നേരത്തെ ആ പാരിതോഷികങ്ങൾ കൊടുത്തിരുന്നത് അവിടുത്തെ ലോക്കൽ ചീഫ്ഷ്യൻസ് വഴിയായിരുന്നു. അവിടുത്തെ നാടുവാഴികൾ മുഖാന്തരമാണ് പാരിതോഷികങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ആറ്റിങ്ങൽ റാണിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ വന്നതിന് ശേഷം നാടുവാഴികൾ മുഖേനയുള്ള ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതി മാറ്റുകയും ഡയറക്ട്ലി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്യൂൻ ഓഫ് ആറ്റിങ്ങലിൽ ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതാണ് റിവോൾട്ട് പൊട്ടിപ്പെടാനുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പം ആറ്റിങ്ങൽ റാണിക്ക് ഗിഫ്റ്റുമായിട്ട് പോകുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ ലോക്കൽ പീപ്പിൾ അറ്റാക്ക് ചെയ്ത് ഏകദേശം ഒരു 140ഓളം ഇംഗ്ലീഷുകാർ അവിടെ മരിക്കുകയുണ്ടായി, ഇൻക്ലൂഡിങ് അന്നത്തെ ഓഫീസറായിരുന്നുള്ള ട്രേഡ് ഓഫീസറായിരുന്ന ഗിഫോർഡ്. ഇദ്ദേഹമാണ്
ഡയറക്ട്ലി ആറ്റിങ്ങൽ റാണിക്ക്, ക്യൂൻ ഓഫ് ആറ്റിങ്ങലിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അടക്കം അവിടെ കൊല്ലപ്പെടുകയാണ്. ഇതാണ് ആറ്റിങ്ങൽ റെബലിയൻ എന്ന് അറിയപ്പെടുന്നത്. 1721 അപ്പോൾ നോക്കണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു സമൂഹത്തിലെ ഒരു റീജിയനിലെ ആൾക്കാർ സംഘടിതമായി ചേർന്ന് നടത്തുന്ന ഒരു അറ്റാക്കാണത്. 1721 വളരെ മുമ്പാണ്. അപ്പം ഒരു ഘട്ടത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അത്രയും അൺറസ്റ്റ് ഉണ്ടാവുകയും പിന്നീട് തലശ്ശേരിയിൽ നിന്നും ഇംഗ്ലീഷ് ആർമിയെ ഇറക്കിയിട്ടാണ് ലോക്കൽ റിബലിയൻ ബ്രിട്ടീഷുകാർ ഡിഫെൻഡ് ചെയ്യുന്നത്. പിന്നീട് 1723 വേണാട് വെച്ച് നടക്കുന്ന ഒരു ട്രീറ്റിയുമായിട്ട്, ഇത് ട്രീറ്റി മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമാണ് നടക്കുന്നത്. ഈ ഒരു ട്രേഡ് മോണോപ്പൊളി തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കുന്നുണ്ട്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെ തിരിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ട്രേഡ് മോണോപ്പൊളി പിന്നീട് മാർത്താണ്ഡവർമ്മ സ്റ്റേറ്റ് മോണോപ്പൊളി ആക്കിയിട്ട് മാറ്റുന്നത് നമ്മൾ നേരത്തെ മാർത്താണ്ഡവർമ്മ പഠിച്ചപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് ആറ്റിങ്ങൽ റിവോൾട്ടിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ അതിൻ്റെ കോസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന്, ട്രേഡ് മോണോപ്പൊളി ഉണ്ട്. 2, ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ അത് നാടുവാഴികൾ മുഖാന്തരം കൊടുക്കണം എന്നുള്ള നിർബന്ധപ്രകാരമാണ് നാടുവാഴികൾ ലോക്കൽ പീപ്പിളും ചേർന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ 1721 ഈ സംഭവം നടക്കുന്നത്. ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞാൽ പിന്നെ തിരുവിതാംകൂർ നടക്കുന്ന പ്രധാനപ്പെട്ട കലാപം വേലുത്തമ്പി ദളവയുടെ കലാപമാണ്. റിവോൾട്ട് ഓഫ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പേര് പഠിച്ചപ്പോൾ ധർമ്മരാജയ്ക്ക് ശേഷം അവിടെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വരുന്നുണ്ട്. 1798 അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ വരുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ദളവയായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. ഇദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു വേലുത്തമ്പി ദളവ. അപ്പം അവിട്ടം തിരുനാൾ ഒരു അത്രയും എഫിഷ്യൻസി ഇല്ലാത്തൊരു രാജാവായിരുന്നു. വേലുത്തമ്പി ദളവ എന്ന് പറയുമ്പോൾ വളരെ ഉഗ്രപ്രതാപിയും പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രൈം മിനിസ്റ്റർ, ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു. അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്നുള്ള രാമയ്യൻ ദളവ, അതുപോലെ തന്നെ രാജാ കേശവദാസ്, ഇവരൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കും. അതുപോലെ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ദളവയാണ് വേലുത്തമ്പി ദളവയും. പക്ഷേ കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് വേലുത്തമ്പി ദളവയുടേത്. ഇത് അദ്ദേഹത്തിന് പല ശത്രുക്കളെയും അക്കാലത്ത് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണ്? വേലുത്തമ്പി ദളവ റിബൽ ചെയ്യാനുള്ള കാരണം സിംപ്ലി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓർ ബ്രിട്ടീഷ് ഇന്റർഫറൻസ് ഇൻ ദ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് ട്രാവങ്കൂർ കിങ്ഡം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ. മറ്റൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു, ഒരു അലയൻസ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ട്രാവങ്കൂറും തമ്മിൽ വെക്കുന്നുണ്ട്. അത് പ്രകാരം ഇംഗ്ലീഷ് ആർമി ട്രാവങ്കൂർ സ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുകയും പകരം ഈ ഇംഗ്ലീഷ് ആർമിയുടെ ചെലവ് ട്രാവങ്കൂർ സ്റ്റേറ്റ് വഹിക്കുകയും വേണം. അപ്പം ഈ ഇംഗ്ലീഷ് കമ്പനി കൂടുതൽ പൈസ ഇംഗ്ലീഷ് ആർമിയുടെ ഇതിന് വേണ്ടിയിട്ട്, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ഓൾറെഡി ഒരുപാട് യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ട്രഷറി വീക്കായിരുന്ന സമയത്ത് ഇംഗ്ലീഷ് ആർമി കൂടുതൽ പൈസ ആവശ്യപ്പെടുന്നതും ട്രാവങ്കൂർ സ്റ്റേറ്റിന് താങ്ങാൻ പറ്റുന്നതിനും അധികമായിരുന്നു. അപ്പം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ തീരുമാനിച്ചു. പ്രധാനമായിട്ടും അന്ന് കൊച്ചിൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന പാലിയത്തച്ഛൻ, കൊച്ചിയിലെ പ്രൈം മിനിസ്റ്ററിന് പറയുന്ന പേരാണ് പാലിയത്തച്ഛൻ, അദ്ദേഹവുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ തിരികുകയും ചെയ്യുന്നു. വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും കൂടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് റിബൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ബ്രിട്ടീഷ് ഫാക്ടറികൾ, ബ്രിട്ടീഷ് ഗാരിസൺസ് ഈ കമ്പൈൻഡ് ആയിട്ടുള്ള വേലുത്തമ്പി ദളവയുടെയും പാലിയത്തച്ഛൻ്റെയും ആർമി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ട്രാവങ്കൂർ കിങ്ങിൽ നിന്നും ഉള്ള സപ്പോർട്ട്, അതായത് അവിട്ടം തിരുനാളിൽ നിന്നുള്ള സപ്പോർട്ട് വേലുത്തമ്പി ദളവയ്ക്ക് നഷ്ടമാവുകയാണ്. കാരണം അവിട്ടം തിരുനാൾ അല്ലെങ്കിൽ ട്രാവങ്കൂർ കിങ്ങും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ അലിയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെസിഡന്റിനെതിരെ അവിടുത്തെ ട്രാവങ്കൂറിലെ പ്രൈം മിനിസ്റ്റർ തന്നെ റിവോൾട്ട് ചെയ്യുകയാണ്.
അപ്പം ആ പ്രൈം മിനിസ്റ്ററിനെ പുറത്താക്കണമെന്നും പകരം പുതിയ പ്രൈം മിനിസ്റ്ററിനെ വെക്കണമെന്നും റെസിഡന്റ് കിങ്ങിനോട് ആവശ്യപ്പെടുന്നു. ഒടുവിൽ റെസിഡന്റും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെസിഡന്റും കിങ്ങും പ്ലാൻ ചെയ്ത് വേലുത്തമ്പി ദളവയെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് വേലുത്തമ്പി ദളവ തിരിച്ച് കൊച്ചിയിൽ നിന്നും ട്രാവൻകൂറിലേക്ക് തിരിച്ചു വരികയും കുണ്ടറ ഇളമ്പല്ലൂർ ടെമ്പിളിൽ വെച്ചിട്ട് ഒരു വലിയൊരു ജനസാഗരത്തെ വേലുത്തമ്പി ദളവ അഭിസംബോധന ചെയ്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പടപൊരുതാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ ഒരു വിളംബരത്തെയാണ് കുണ്ടറ വിളംബരം അഥവാ കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. 1809 കൃത്യമായി പറഞ്ഞാൽ ജനുവരി 11 കുണ്ടറ പ്രൊക്ലമേഷൻ നടക്കുന്നത്. കോളിൻ മക്കാളെ എന്ന് പറയുന്ന ബ്രിട്ടീഷ് റെസിഡന്റിനെതിരെയാണ് പ്രധാനമായിട്ടും വേലുത്തമ്പി ദളവ ഫൈറ്റിന് പ്രൊവോക്കേഷൻ നടത്തുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നമ്മുടെ രാജ്യത്ത് നിന്നും, നമ്മുടെ രാജ്യം എന്നാണ് പറയുന്നത്, ദേശാഭിമാനം കൊണ്ട് ഈ ട്രാവൻകൂർ സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ശത്രു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നും അവരെ പൂർണ്ണമായിട്ട് ഇവിടുന്ന് തുരത്തണമെന്നുമാണ് വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ചിട്ട് ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ വേലുത്തമ്പി ദളവയ്ക്കെതിരെ നടക്കുന്ന കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എല്ലാ വശത്തു നിന്നും വേലുത്തമ്പി ദളവ സറൗണ്ട് ചെയ്യപ്പെടുകയും ഒടുവിൽ കണ്ണമ്മൂലയിലെ മണ്ണടി എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ അടുത്ത് വെച്ചിട്ട് വേലുത്തമ്പി ദളവ തൻ്റെ മോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. 1809 മാർച്ച് 29 ജനുവരി 11 കുണ്ടറ പ്രൊക്ലമേഷൻ നടക്കുന്നു. മാർച്ച് 29 അദ്ദേഹം സാക്രിഫൈസ് ചെയ്യുന്നു. ഇതാണ് വേലുത്തമ്പി ദളവയുടെ റെബലിയനും കുണ്ടറ പ്രൊക്ലമേഷൻ. അപ്പോൾ ആറ്റിങ്ങൽ റിവോൾട്ട്, ദെൻ വേലുത്തമ്പി ദളവ. പിന്നെ ട്രാവൻകൂറിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും സ്റ്റേറ്റ് എംപ്ലോയ്മെന്റിൽ ട്രാവൻകൂറുകാർക്ക് പാർട്ടിസിപ്പേഷൻ, റെപ്രസെൻറ്റേഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മലയാളി മെമ്മോറിയൽ, അതൊരു മെമ്മോറാണ്ടമാണ്, ഏകദേശം 10,000-ഓളം പേർ ഒപ്പിട്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണത്. കാരണം ആ കാലഘട്ടത്തിൽ ദിവാൻ അടക്കം ട്രാവൻകൂറിലെ പ്രധാനപ്പെട്ട കീ പൊസിഷൻസിലെല്ലാം തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഉള്ള ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെയാണ് അപ്പോയിന്റ് ചെയ്തിരുന്നത്. അതിന് പകരം ട്രാവൻകൂറിലെ അഡ്മിനിസ്ട്രേഷനിൽ ട്രാവൻകൂറുകൾക്ക് കൃത്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. 1891 ജനുവരി 1 അത് സമർപ്പിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഇത്, തിരുവിതാംകൂറുകാർക്ക് എന്നതാണ് മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം. 1882 തിരുവനന്തപുരം മാരേജ് കോളേജിലെ സ്റ്റുഡൻസ് ഈ ഒരു തിരുവിതാംകൂർ അഡ്മിനിസ്ട്രേഷനിലുള്ള വൈദേശിക ആധിപത്യം ചോദ്യം ചെയ്തുകൊണ്ട് സ്ട്രൈക്ക് നടത്തുകയും അതിൻ്റെ പേരിൽ അവരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ജി പരമേശ്വരൻ പിള്ള, GP പിള്ള, N രാമൻ പിള്ള, R ശങ്കർ റാവു എന്നിവരായിരുന്നു. അതേപോലെ ഈ 3 പേരെയാണ് കോളേജിൽ നിന്ന് പുറത്താക്കുന്നത്. ഇപ്പം മലയാള മെമ്മോറിയലിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ബാരിസ്റ്റർ GP പിള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്. ബാരിസ്റ്റർ GP പിള്ള, അതുപോലെ തന്നെ KP ശങ്കരമേനോൻ, ഇവരൊക്കെയാണ് മലയാളി മെമ്മോറിയലിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഈ ബാരിസ്റ്റർ GP പിള്ളയാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ അജിറ്റേഷൻസ് ഇൻ ട്രാവൻകൂർ എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സമരങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാള മെമ്മോറിയലിന്റെ സ്ക്രിപ്റ്റ് മലയാളത്തിൽ എഴുതി തയ്യാറാക്കിയത് മലയാള സാഹിത്യത്തിലെ നോവലിസ്റ്റ് കൂടിയായിട്ടുള്ള CV രാമൻ പിള്ളയാണ് എന്ന ഫാക്റ്റും കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. മലയാളി മെമ്മോറിയലിന് ശേഷം തന്നെ ഇതേ മാതൃകയിൽ തിരുവിതാംകൂറിലെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിൽ സമർപ്പിക്കുകയുണ്ടായി.
അതായത് ഈഴവ കമ്മ്യൂണിറ്റിയുടെ എഡ്യൂക്കേഷനും എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈഴവ കമ്മ്യൂണിറ്റിയെ സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ഈഴവ മെമ്മോറിയൽ. മലയാള മെമ്മോറിയലും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് 1896 അത് സമർപ്പിക്കുന്നത്. ഡോക്ടർ പൽപ്പു അദ്ദേഹമാണ് ട്രാവൻകൂർ ഈഴവ സഭ ഫോം ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നതും. അതുപോലെ തന്നെ SNDPയുടെ ഭാരവാഹി കൂടിയായിരുന്നു ഡോക്ടർ പൽപ്പു. മെയിനായിട്ടും ഈ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു. അപ്പം ഈഴവ കമ്മ്യൂണിറ്റിയിൽ തന്നെ തുടർന്ന ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയവർക്ക് അതില്ല എന്നുള്ള ഒരു സിറ്റുവേഷനും ട്രാവൻകൂറിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല, എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷനും എംപ്ലോയ്മെൻറ്റും വേണം എന്നുള്ളതായിരുന്നു ഈഴവ മെമ്മോറിയലിൻ്റെ ഒരു കോൺസെപ്റ്റ്. എന്നാൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാൻ ഈഴവ മെമ്മോറിയലിന് മഹാരാജാവ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാം ഈഴവ മെമ്മോറിയൽ ഉള്ള റെസ്പോൺസ് കൃത്യമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ 1900 വൈസ്രോയി ആയിരുന്നുള്ള ലോർഡ് കേഴ്സൺ ട്രാവൻകൂർ സന്ദർശിച്ചപ്പോൾ വീണ്ടും ഒരു മെമ്മോറിയൽ ഈഴവ കമ്മ്യൂണിറ്റി സമർപ്പിക്കുകയുണ്ടായി. അതാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. അപ്പം ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ലോർഡ് കേഴ്സൺ ആണ്. കാരണം ഇങ്ങനെ സിംപിളി ആലോചിച്ചാൽ മതി, ഒന്നാം ഈഴവ മെമ്മോറിയൽ മഹാരാജാവ് സമർപ്പിച്ചു, പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത് സമർപ്പിക്കുന്നത് അദ്ദേഹമല്ല, അദ്ദേഹത്തിനേക്കാളും വലിയൊരാൾക്കാണ്. സോ വൈസ്രോയിയെ സമർപ്പിച്ചു, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതൊന്നും കൃത്യമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റിസൾട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും പിന്നീട് ട്രാവൻകൂറിൽ നടന്ന സോഷ്യൽ അജിറ്റേഷൻസിനും പൊളിറ്റിക്കൽ അജിറ്റേഷൻസിനും വലിയൊരു പ്രചോദനമാവാൻ ഈ രണ്ട് മെമ്മോറിയലും, മലയാളി മെമ്മോറിയൽ ആയിക്കോട്ടെ ഈഴവ മെമ്മോറിയൽ ആയിക്കോട്ടെ, സഹായിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ കൺക്ലൂഷൻ. അപ്പം ഈ ഈഴവ മെമ്മോറിയൽ കുറിച്ചും മലയാളി മെമ്മോറിയൽ കുറിച്ചും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പിന്നീട് വന്ന മൂവ്മെൻറ്റ്സിന്, സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഇൻസ്പയർ ചെയ്യാൻ ഈ മലയാള മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും സഹായകമായി. ഒരു പെറ്റീഷൻ മോഡൽ പ്രൊട്ടസ്റ്റ് ആണത്, അത് സഹായകമായി എന്നുള്ള രീതിയിലും നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആക്ടിവിറ്റിയാണ് ട്രാവൻകൂർ സ്റ്റേറ്റിൽ. ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തന്നെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ട്രാവൻകൂറിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അലയൊലികൾ വരുന്നുണ്ട്. അപ്പം 1919 ഒരു കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് അണ്ടർ AK പിള്ള ആൻഡ് V അച്യുതമേനോൻ. നാഷണൽ മൂവ്മെൻറ്റിന് നടക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പ്രോഗ്രാംസ് സ്റ്റേറ്റ് ട്രാവൻകൂർ സ്റ്റേറ്റിലും നടക്കുന്നുണ്ട്. 1929 നടക്കുന്ന ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് വിശ്വേശ്വരയ്യ എന്നുള്ള കോൺഗ്രസ് ലീഡർ തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കണം എന്നുള്ള ഒരു റെസല്യൂഷൻ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് 1931 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലും തിരുവിതാംകൂറിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും യൂത്ത് വളണ്ടിയേഴ്സ് കോൺഗ്രസ്സിന് ട്രാവൻകൂറിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എപ്പോൾ ഫോം ചെയ്തു എന്ന് ചോദിച്ചാൽ അത് 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട അധ്യക്ഷൻ പട്ടംതാണു പിള്ളയാണ്. പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പട്ടംതാണു പിള്ളയാണ് ആദ്യത്തെ അധ്യക്ഷൻ. തിരുവിതാംകൂറിൽ നടന്ന നിവർത്തന പ്രക്ഷോഭം അഥവാ അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിവർത്തന അജിറ്റേഷൻ എന്നെഴുതിയാലും അത് മീൻ ചെയ്യുന്നത് നിവർത്തന പ്രക്ഷോഭത്തിൽ തന്നെയാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 1932 തിരുവിതാംകൂറിൽ വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിൻ്റെ ഭാഗമായിട്ട് നായർ കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ പ്രാതിനിധ്യം സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ വരുന്നുണ്ട്. ഇത് മറ്റ് കമ്മ്യൂണിറ്റീസിന്, പ്രധാനമായിട്ടും ഈഴവാസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഇവർക്ക് ഉള്ളിൽ ഒരു ഭയം ഉണ്ടാക്കി. അതായത് തങ്ങളുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കുറഞ്ഞു പോകുമോ
എന്നുള്ളത്. അതായത് ട്രാവൻകൂറിലെ പോപ്പുലേഷൻ അനുസരിച്ചുള്ള പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നമ്മൾ പറഞ്ഞ ശ്രീമൂല പ്രജാസഭ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പം അതുവരെ നമ്മൾ തിരുവിതാംകൂർ സ്റ്റേറ്റുമായിട്ടുള്ള എല്ലാവിധ പരിപാടികളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ള മൂവ്മെൻ്റാണ് നിവർത്തന പ്രക്ഷോഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ പാർട്ടികൾ കൂടിച്ചേർന്ന് ഒരു സംയുക്ത രാഷ്ട്രീയ സമിതി ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഗ്രസ് 1933 ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഗ്രസ്, സംയുക്ത രാഷ്ട്രീയ സമിതി വാസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഇലക്ഷനിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഇവർ ഈ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഗ്രസിന്റെ ആഹ്വാനത്തെ തുടർന്ന്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് NV ജോസഫ്, C കേശവൻ, TM വർഗീസ് എന്നിവരാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ്. അതിൽ നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു മൗത്ത് പീസ് ആണ് കേരള കേസരി എന്ന് പറയുന്ന ഒരു മൗത്ത് പീസ് നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് C കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗത്തിൽ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം വരേണ്ടതിനെ പറ്റിയും തിരുവിതാംകൂറിലെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഈക്വലന്റ് ആവുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ രാജാവിൻ്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള ഇഷ്യൂസിനെ പറ്റിയും പറയുന്ന വളരെ വിഖ്യാതമായിട്ടുള്ള പ്രസംഗമാണ് C കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം. അപ്പോൾ കോഴഞ്ചേരി പ്രസംഗം ആരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് കേരള PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കോഴഞ്ചേരി സ്പീച്ച് വാസ് അസോസിയേറ്റഡ് വിത്ത് C കേശവൻ ആറ്റ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ഓഫ് കേരള. ഇതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ പാർട്ടിസിപ്പേഷൻ എംപ്ലോയ്മെന്റിൽ ഉണ്ടാവുക എന്നുള്ളത് ഉദ്ദേശിച്ചു കൊണ്ടുകൂടിയിട്ടാണ് 1936 മറ്റ് സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ മറ്റ് ബ്രിട്ടീഷ് പ്രസിഡൻസികളിലൊക്കെ വരുന്നത് പോലെ തന്നെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ട്രാവൻകൂർ സ്റ്റേറ്റിലും വരുന്നുണ്ട്. അപ്പം ഫെയർ റെപ്രസെൻറ്റേഷൻ ഓഫ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ദ പബ്ലിക് എംപ്ലോയ്മെന്റ് അത് ഉറപ്പിക്കുക എന്നുള്ളതും കൂടിയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമയുടെ വർമ്മയുടെ സമയത്താണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത്. അപ്പം അബ്സ്റ്റൻഷൻ മൂവ്മെന്റിനെതിരായിട്ട് ട്രാവൻകൂറിലെ ദിവാൻ അന്നത്തെ ദിവാനായിട്ടുള്ള സർ CP രാമസ്വാമി അയ്യർ ഒരു ഓപ്പൺ വാർ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. അവരെ ശക്തമായിട്ട് അജിറ്റേറ്റേഴ്സിനെ സമരക്കാരെ അടിച്ചമർത്തുക എന്നുള്ള പോളിസിയാണ് ദിവാൻ എടുക്കുന്നത്. അങ്ങനെ 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ ഫോം ചെയ്ത അതേ വർഷം തന്നെ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ ബാൻ ചെയ്യുന്നുണ്ട്. നിവർത്തന പ്രക്ഷോഭത്തിന് ശേഷം ഉത്തരവാദിത്ത ഭരണം തിരുവിതാംകൂറിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അക്കമ്മ ചെറിയാന്റെ രാജധാനി മാർച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ബാൻ റിവോക്ക് ചെയ്യണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അക്കമ്മ ചെറിയാന്റെ രാജധാനി മാർച്ച്. രാജധാനി മാർച്ചിനെ പറ്റി നമ്മൾ പ്രത്യേകം തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിവർത്തന പ്രക്ഷോഭം എന്തിനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് 1932 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് തിരുവിതാംകൂറിൽ വരുന്നു. അതിൽ തിരുവിതാംകൂറിലെ പോപ്പുലേഷൻ്റെ റേഷ്യോ അനുസരിച്ച് തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ മെമ്പർഷിപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ പബ്ലിക് എംപ്ലോയ്മെൻറ്റിലും ഈക്വലൈസേഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ റെപ്രസെൻറ്റേഷൻ വരണം എന്നുള്ളതും ഒരാവശ്യമായിരുന്നു. അങ്ങനെ ട്രാവൻകൂറിൽ റെസ്പോൺസിബിൾ ഗവൺമെൻറ് വേണം എന്നുള്ള വലിയൊരു ആവശ്യത്തിലേക്ക് പിന്നീട് മാറുന്നു. 1938 സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാകുന്നു. സ്റ്റേറ്റ് കോൺഗ്രസിനെ ബാൻ ചെയ്യുന്നു. വോട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നത് കൊണ്ടാണ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്നുള്ള പേര് വരുന്നത്. അതുപോലെ തന്നെ C കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് പ്രധാനപ്പെട്ട ലീഡേഴ്സ് NV ജോസഫ്, TM വർഗീസ്, C കേശവൻ എന്നിവരായിരുന്നു. കേരള കേസരി എന്ന് പറയുന്ന ഒരു മൗത്ത് പീസും അബ്സ്റ്റൻഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് ട്രാവൻകൂറിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ. ട്രാവൻകൂറിൽ നടക്കുന്ന മറ്റൊരു വയലന്റ് ആയിട്ടുള്ള ഒരു റിവോൾട്ടാണ് പുന്നപ്ര വയലാർ റിവോൾട്ട് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു മിലിറ്റന്റ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ആണ് അഗെയിൻസ്റ്റ് ദിവാൻ ഓഫ് ട്രാവൻകൂർ ആൻഡ് ദ സ്റ്റേറ്റ്.
തിരുവിതാംകൂർ രാജ്യത്തിനും ദിവാനും എതിരായിട്ട് നടക്കുന്ന ഒരു മിലിറ്റന്റ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ആണ് പുന്നപ്ര വയലാർ മൂവ്മെന്റ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതൊരു മൂവ്മെന്റും ഏതൊരു അജിറ്റേഷൻ പഠിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള റീസൺ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മളെ ഒരേ സമയം പ്രിലിമിനറി എക്സാമിനും ലൈക്ക് സെന്റൻസ് അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മെയിൻസ് എസ്സേ അല്ലെങ്കിൽ പാരഗ്രാഫ് എഴുതാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പുന്നപ്ര വയലാർ റിവോൾട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ചാൽ ആക്ച്വലി സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഫെമൈനെ പറ്റി ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. ബംഗാളിൽ ഫെമൈൻ കാരണം ധാരാളം പേർ മരിച്ചു വീണു. അതിന് സമാനമായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ കേരളത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 1943, 1945 ആ ഒരു പീരീഡിൽ ആലപ്പുഴ ഏരിയയിൽ, അതായത് ഏറ്റവും അധികം പാഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഏരിയയിൽ തന്നെ ആണ് വലിയ ക്ഷാമം നേരിട്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം. അതിൻ്റെ ഭാഗമായിട്ട് പോവർട്ടി വളരെ അധികം വർദ്ധിക്കുകയും ഒരുപാട് ആൾക്കാർ ഈ സ്റ്റേറ്റിലുള്ള ഭരണത്തിൽ വിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയം തന്നെ അവിടെ AITUCയുടെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആക്ടിവിറ്റി കൂടുകയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും പ്രധാനമായിട്ടും ട്രാവൻകൂറിലെ ലേബേഴ്സും അതുപോലെ തന്നെ ടെനൻസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ദിവാൻ അവിടുത്തെ AITUCയുടെയും CPIയുടെയും പ്രവർത്തനങ്ങൾ ബാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ 46 തന്നെ ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 47 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആകുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് കിങ്ഡമായി നിൽക്കുക എന്നുള്ളതായിരുന്നു സർ CPയുടെ ലക്ഷ്യം. അതായത് അമേരിക്കൻ മോഡലിൽ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂറിനെ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സർ CP രാമസ്വാമി അയ്യരുടെ പൊളിറ്റിക്കൽ പോളിസി. എന്നാൽ ഇതിനെ ഈ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളതായിരുന്നു പുന്നപ്ര വയലാറിന്റെ മുദ്രാവാക്യം. അങ്ങനെ സർ CPയുടെ ഈ ഒരു പോളിസിക്കെതിരെയും അതുപോലെ തന്നെ പോലീസ് ആക്ഷനെതിരെയും ഫെമൈൻ കാരണവും എല്ലാം കൊണ്ടും ആൾക്കാർ ഓർഗനൈസ് ചെയ്യുന്നു. സ്റ്റേറ്റ് പോലീസിനെതിരെ ഇവർ പുന്നപ്രയിൽ വെച്ചിട്ട് റിറ്റാലിയേറ്റ് ചെയ്യുന്നു. പോലീസ് ഫയറിംഗ് നടക്കുന്നു. ഒരുപാട് ആൾക്കാർ അവിടെ മരിച്ചു വീഴുന്നു. ഇതാണ് പുന്നപ്ര വയലാർ ഇഷ്യൂ. ഇതിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ മരിച്ചു. പക്ഷേ ട്രാവൻകൂറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. തിരുവിതാംകൂറിലെ തിരുവനന്തപുരത്തെ ഒരു തിരുവനന്തപുരം മ്യൂസിക് കോളേജിൽ വെച്ചിട്ട് ഒരു സംഗീത കച്ചേരി കണ്ട് മടങ്ങുകയായിരുന്ന സർ CP രാമസ്വാമി അയ്യരെ ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള KCS മണി അറ്റാക്ക് ചെയ്യുകയും അതിനുശേഷം അദ്ദേഹം ഇവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പോയതോടെ ഏകദേശം തിരുവിതാംകൂറിൻ്റെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാനുള്ള ഡിമാൻഡ് സ്ട്രോങ് ആവുകയും ഇവിടുത്തെ മഹാരാജാവും അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് പിന്നീട് നടക്കുന്നത്. ഇതാണ് തിരുവിതാംകൂറിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്.